ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു നല്ല ലഞ്ച് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വെജ് മീറ്റ് ബിരിയാണി, കുറച്ച് നാളുകൾക്ക് ശേഷമാണ് വെജ് മീറ്റ് കിട്ടുന്നത്. അപ്പം വെജ് മീറ്റ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി എൻ്റെ ചാനലിൽ വെജ് മീറ്റ് ബിരിയാണീൻ്റെ റെസിപ്പീസ് ഉണ്ട്. ഇത് നമ്മൾ റൈസ് ആക്കിയാണ്. ഞാൻ എടുത്ത റൈസ് കയമ റൈസാണ്. അപ്പം ബിരിയാണിക്ക് വേണ്ട ഉള്ളി റോസ്റ്റ് ചെയ്യാണ്. ഇതാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളാണ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം ഇതാ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്ത് തന്നത് പൊന്നുമാണ്. അപ്പോൾ വെജ് മീറ്റ് ഇതാ ഫ്രൈ ചെയ്യാണ്. എപ്പോഴും നല്ല കറക്റ്റ് കട്ട് ചെയ്താൽ കിട്ടാറുണ്ട്. പക്ഷേ ഇന്നത്തെ വെജ് മീറ്റ് ഇങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വറുത്ത് കോരും തോറും എൻ്റെ ഹസ്ബൻഡ് എടുത്ത് കഴിച്ചുകൊണ്ട് ബിരിയാണിയിൽ വെജ് മീറ്റ് കുറവാണ്. അപ്പോൾ അടുത്തത് വെജ് മീറ്റിലേക്കുള്ള മസാലയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കി ക്രഷ് ചെയ്തെടുത്ത് വീട്ടിൽ നിന്ന് ചെയ്തെടുത്തതാണ്. അത് ഫസ്റ്റ് ഇട്ട് പിന്നെ ഉള്ളി ഇട്ട് തക്കാളി കാര്യങ്ങളൊക്കെ ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതാ വെജ് മീറ്റ് റെഡി ആയിട്ടുണ്ട്. വെജ് മീറ്റ് ഞാൻ ദമ്മിട്ട് കേട്ടോ. പിന്നെ അടിയിൽ വെജ് മീറ്റൊക്കെ ഇട്ട് ലെയറാക്കി ഇട്ട് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഒനിയനും അതുപോലെ തന്നെ റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞളിട്ടിട്ട് കളറിന് വേണ്ടി ജസ്റ്റ് കുറച്ച് ഒഴിച്ചു. പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ടു. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് തീർന്നത് കൊണ്ട് കുറച്ച് മിൻറ്റ് ലീഫ് ഇട്ടു. അത് കഴിഞ്ഞ് ഇതാ ദമ്മിടാൻ മൂടി വെച്ചു. ഇനി സാലഡിന് പൊന്നു ഇവിടെ എനിക്ക് മുറിച്ച് തന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നെല്ലാം എനിക്ക് കട്ട് ചെയ്ത് തന്ന ഹസ്ബൻഡാണ്. തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഇനി തൈരൊക്കെ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. തൈരും ഉപ്പൊക്കെ ഇട്ടിട്ട് സാലഡാക്കി വെക്കാം. അപ്പം ഇന്നത്തെ എന്തൊക്കെയാണ് ലഞ്ചിനുള്ളത് കാണിച്ചു തരാം. പപ്പടം, നേരത്താക്കിയ സാലഡ്. കുറച്ച് സമയം കിട്ടിയതുകൊണ്ട് ഞാൻ പ്രഥമനാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രഥമൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പ്രഥമനും ആക്കിയിട്ടുണ്ട്. കുറച്ച് ലഞ്ച് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിഞ്ഞിട്ട് കഴിക്കാൻ സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നിയുകൊണ്ടാണ്. പിന്നെ ഇതാ ബിരിയാണി. അപ്പോൾ ഇതാ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. എനിക്കിത് കാണുമ്പോൾ ചിക്കൻ ബിരിയാണി പോലെ ഫീൽ ചെയ്യും. പക്ഷേ ചിക്കൻ ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട്. എല്ലാവരും വെജ് മീറ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഹസ്ബൻഡിനോട് ചോദിച്ചു എങ്ങനെയുണ്ട്, സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അച്ഛൻ അമ്പലത്തിൽ പോയിട്ട് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചു. അപ്പം ഇന്നത്തെ ലഞ്ച് അടിപൊളി ലഞ്ചായിരുന്നു.
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പിന്നെ പഴവും പപ്പടവും എല്ലാവരും കഴിക്കുന്നതാണ്. പഴവും പപ്പടവും പായസവും. അതിൽ പഴവും ഇല്ലാത്തത് കൊണ്ട് പപ്പടവും പായസവും മാത്രം കഴിച്ചു. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിതാ പൊന്നൂനും കൊടുത്തു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.